ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്ര കഴിച്ചാലും മതി വരില്ല, അത്രക്കും ടേസ്റ്റാണ്. രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, കറി പോലും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരണം. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് കറക്കിയെടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവ് റെഡിയാക്കുക. നമ്മൾ ദോശ മാവിൻ്റെ എല്ലാം മാവ് റെഡിയാക്കുന്നില്ലേ, അതേപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഓയിലെല്ലാം നല്ലപോലെ ചൂടായിട്ട് വന്നതിനാൽ നമുക്കതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇനി നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഉള്ളിയെല്ലാം നല്ലോണം വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് ഒരു 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ മസാലകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേ മസാലയിൽ റെഡിയാക്കിയാലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മസാലയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൈദേൻ്റെ ഒരു മിക്സ് റെഡിയാക്കിയിട്ടില്ലേ, അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, സെയിം തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 2 രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തത്. മുട്ട നമ്മൾ പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇത്രയും മുട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ഒരു ബാറ്ററിൻ്റെ ബാക്കിയില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് മസാല ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2-3 പീസും കൂടി മുട്ട ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇനി മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ചിലപ്പോൾ ഒരു 6-7 മിനിറ്റ് എല്ലാം എടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ സമയം വരെയാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് മറിച്ചിടണം. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്കാണ് ഫ്ലിപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡും കുറച്ച് സമയം കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു 3-4 പേർക്കെല്ലാം നല്ല ഹെവി ആയിട്ട് വയറ് ഫില്ലാവുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.